അസ്സലാമു അലൈക്കും. പ്രിയ കൂട്ടുകാരെ, ഇന്ന് കഴിഞ്ഞ 4ാം ക്ലാസ്സിൻ്റെ തെജുവീദിൻ്റെ ഒരു ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ചോദ്യങ്ങളൊന്ന് നോക്കാം. ഒന്ന്, വേർതിരിക്കാം. ബ്രാക്കറ്റിൽ നമുക്ക് കുറച്ച് പദങ്ങൾ തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ഇദ്ഗാമുൽ മുത്തജാനിസൈൻ, ഇദ്ഗാമുൽ മുത്തഖാരിബൈൻ എന്ന് വേർതിരിക്കണം. അപ്പോൾ ബ്രാക്കറ്റിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കാം. ഖത്തബയ്യന, ഇർക്കമ്മന, ഇല്ലലംതും, ലഇംബസത്ത, അലം നഖ്ലുക്കും ബറബുക്കും. ഇതിനെ നമ്മൾ ഇദ്ഗാമുൽ മുത്തജാനിസൈൻ്റെ കോളത്തിൽ ഇദ്ഗാമുൽ മുത്തജാനിസൈൻ വരുന്നവയും ഇദ്ഗാമുൽ മുത്തഖാരിബൈൻ്റെ നേരെ അത് വരുന്നവയും ചേർത്ത് കൊടുക്കണം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കാം. യോജിപ്പിക്കാം. അപ്പോൾ ഈ ഒരു വശത്തായിട്ട് 5 ചോദ്യങ്ങളും മറ്റേ സൈഡിൽ അതിൻ്റെ ഉത്തരങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഖുർആൻ ഓതുന്നവർ ഓതുന്ന സ്ഥലവും ഖുർആൻ ഓതുന്നവരും ഓതുന്ന സ്ഥലവും ഡാഷ്. 2, ഖുർആൻ പാരായണം ചെയ്യൽ. 3, നിയമങ്ങൾ പാലിക്കാതെയുള്ള ഖുർആൻ. 4, ഇദ്ഗാമുൽ മുത്തജാനിസൈൻ. 5, ബിസ്മി ചൊല്ലൽ ഹറാമാണ്. ഈ ഉത്തരങ്ങൾ നോക്കൂ. പാരായണം കുറ്റകരമാണ്. ഖുർആനിൽ 7 സ്ഥലങ്ങളിൽ ഉണ്ട്. ബറാഅത്ത് സൂറത്തിൻ്റെ തുടക്കത്തിൽ. അനുഗ്രഹീതമാണ്. മഹത്തായ ഇബാദത്താണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യങ്ങൾക്ക് നേരെ മാച്ചായ ഉത്തരങ്ങൾ ആ ഡാഷ് ഇട്ട ഭാഗത്ത് പൂരിപ്പിച്ചു കൊടുക്കണം. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ. വ്യക്തമാക്കാം. 1, സാക്കിനായ മീമിൻ്റെ ഇഖ്ഫാ. സാക്കിനായ മീമിൻ്റെ ഇഖ്ഫാ എന്താണെന്നുള്ളത് അവിടെ എഴുതി കൊടുക്കണം. 2, സാക്കിനായ മീമിൻ്റെ ഇൽഹാർ. 3, ഇദ്ഗാമുൽ മുത്തമാസിലൈൻ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കൂ. 4, ഉത്തരം എഴുതാം. 1, 2 അക്ഷരങ്ങൾ ഇദ്ഗാം ചെയ്യൽ വാജിബാകുന്നത് എപ്പോൾ? 2 അക്ഷരങ്ങൾ ഇദ്ഗാം ചെയ്യൽ വാജിബാകുന്നത് എപ്പോൾ? 2, മുത്തഖാരിബൈൻ എന്ന് ഹർഫുകളെ പറയുന്നത് എപ്പോൾ? 3, മദ്ദിയായ അക്ഷരങ്ങളെ മുത്തമാസിലൈൻ ആയാലും ഇദ്ഗാം ചെയ്യുകയില്ല, എന്തുകൊണ്ട്? 4, ബറാഅത്തല്ലാത്ത എല്ലാ സൂറത്തുകളിലും ബിസ്മി എന്താണ്? 5ാമത്തെ ചോദ്യം നോക്കൂ. 3 വീതം എഴുതാം. 1, ഇദ്ഗാമുൽ മുത്തമാസിലൈനിയുടെ ഉദാഹരണങ്ങൾ. അത് 3 നമ്മളവിടെ എഴുതി കൊടുക്കണം. ഇനി 2, ഖുർആൻ ഓതുന്നവർ പാലിക്കേണ്ട മര്യാദകൾ. അതും 3 നമ്മളവിടെ എഴുതി കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ തജ്വീദിൽ ചോദിച്ച ചോദ്യങ്ങൾ. ഇനി എല്ലാവരും നാളെയുള്ള ഫിഖിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് റെഡിയാവുക. ആദ്യം പാഠഭാഗങ്ങളൊക്കെ നന്നായി വായിച്ചു പഠിക്കുക. എന്നതിന് ശേഷം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഒന്ന് റിവിഷൻ നടത്തുക. ഓക്കെ, ഫിഖിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നിങ്ങളതെല്ലാം കണ്ട് പഠിക്കുക. അള്ളാഹു എല്ലാ മക്കൾക്കും ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.